സ്കോഡ ഇന്ത്യയിൽ നിന്നും പോകുന്നു എന്നുള്ള റൂമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്നത്, ഓട്ടോമൊബൈൽ മാർക്കറ്റിലുണ്ടായിരുന്നത്. അതിനുശേഷം ഹോൾ ഗ്രൂപ്പ് VW ഗ്രൂപ്പ് തന്നെ പോകാമെന്നുള്ള റൂമറും ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അതിനെല്ലാം ഒരു അവസാനത്തിലേക്ക് എത്തിക്കാനാണ് സ്കോഡ അവരുടെ കുഷാക്ക് എന്ന് പറയുന്ന വാഹനവുമായി ഇന്ത്യൻ മാർക്കറ്റിലെത്തിയത്. എന്നാലും ആളുകൾ പറഞ്ഞു കുഷാക്ക് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റാണ്, വലിയ നമ്പേഴ്സൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഫോർ സ്കോഡ കുഷാക്കും നല്ല രീതിയിൽ തന്നെ വിറ്റഴിച്ചു, അല്ലെങ്കിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്താണ് ഒട്ടും തന്നെ ഒരു പോപ്പുലർ അല്ലാതെ ഈ സമയത്തുള്ള ഒരു സെഗ്മെൻറ്റായ സെഡാൻ സെഗ്മെൻറ്റിലേക്ക് സ്കോഡ അവരുടെ സ്ലാവിയ എന്ന് പറയുന്ന ഒരു പ്രീമിയം സെഡാനെ ഇറക്കുന്നത്. സ്ലാവിയയുടെ ഫസ്റ്റ് ലുക്ക് നമ്മളുടെ ചാനൽ തന്നെ നിങ്ങൾ കണ്ടതായിരിക്കും, ബോംബെയിൽ വെച്ചായിരുന്നു ഫസ്റ്റ് ലുക്ക്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് സ്ലാവിയയുടെ 1 ലിറ്റർ പെട്രോൾ വെച്ച വാഹനം, 1 ലിറ്ററും 1.5 ഉണ്ട്, അതിൽ 1 ലിറ്റർ പെട്രോൾ വെച്ച സ്ലാവിയ ഇന്ന് നമുക്ക് ഗോവയിൽ ഡ്രൈവിന് കിട്ടിയിരിക്കുകയാണ്. മീഡിയ ഡ്രൈവ് നടക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പൈലറ്റ് ഓൺ വീൽസിൽ. വെൽക്കം ടു അവർ ഷോ. സ്കോഡ സ്ലാവിയ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മളുടെ റാപ്പിഡ് എന്ന് പറയാൻ കാരണം എനിക്കും ഉണ്ടായിരുന്നു ഒരു റാപ്പിഡ്. സോ ആ റാപ്പിഡിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് സ്ലാവിയനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് സ്കോഡ. സോ അതിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റിന് പറ്റിയ സാധനം തന്നെയാണ്. കാരണം റാപ്പിഡിനേക്കാൾ ഭംഗിയുള്ള ഒരു വാഹനമാകുമ്പോൾ അതിൻ്റേതായ ഒരു സ്ഥാനം സ്ലാവിയയ്ക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണെങ്കിലും ആ റാപ്പിഡിനോടുള്ള സ്നേഹമാണത്. എന്താണ്, എൻ്റെ റാപ്പിഡും റെഡ് കളർ തന്നെയാണ്, അത് തന്നെ കിട്ടിയതിൽ എനിക്ക് സന്തോഷം. എന്താണെങ്കിലും ഇപ്പോൾ വരുന്ന ഈ സ്ലാവിയ അതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് MQB AO IN എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ വരുന്ന രണ്ടാമത്തെ വാഹനമാണ് സ്ലാവിയ. ആദ്യം ഉണ്ടായിരുന്നു കുഷാക്കായിരുന്നു. കുഷാക്കിന് ശേഷം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന സ്ലാവിയയുടെ പ്ലാറ്റ്ഫോം MQB AO IN എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യമാണ് സ്ലാവിയ എന്ന പേര് സ്കോഡയ്ക്ക് എങ്ങനെ കിട്ടിയെന്ന്. കാരണം റാപ്പിഡിന് ശേഷം സ്ലാവിയ, എല്ലാവരും വിചാരിച്ച് റാപ്പിഡ് തന്നെ പറഞ്ഞു വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ സ്ലാവിയ എന്നുള്ള പേര് വരാൻ, അല്ലെങ്കിൽ സ്ലാവിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചു. അതിൻ്റെ അർത്ഥം, ഒരു എനിക്കുള്ള ഉത്തരം ഇതാണ്. സ്ലാവിയ എന്ന് പറയുന്നത് ഒരു ബൈസൈക്കിൾ കമ്പനിയിൽ നിന്ന്, LNK എന്ന് പറയുന്ന ഒരു ബൈസൈക്കിൾ കമ്പനിയിൽ നിന്ന് എടുത്ത ഒരു പേരാണ്. 1896 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും. സോ ആ ഒരു രീതിയിലാണ്, അവരുടെ സെക്കൻഡ് പ്രൊഡക്റ്റാണത്. സെക്കൻഡ് പ്രൊഡക്റ്റിൻ്റെ പേര് സ്ലാവിയ എന്നായിരുന്നു. അതിൽ നിന്നാണ് നമ്മുടെ സ്കോഡയ്ക്ക് സ്ലാവിയ എന്നുള്ള പേര് കിട്ടിയത്. സ്കോഡ പറയുന്ന മെയിൻ പോയിന്റ്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ലാവിയ കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഏകദേശം 95% ലോക്കലൈസേഷൻ അല്ലെങ്കിൽ ലോക്കൽ പ്രൊഡക്റ്റ് ആണ് സ്ലാവിയയിലുള്ളതെന്നാണ് സ്കോഡ പറയുന്നത്. അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ, ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അവൈലബിലിറ്റി, പാർട്സിൻ്റെ അവൈലബിലിറ്റി, ഇതെല്ലാം ഓരോ ഫാക്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ റോഡ്സിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാകുമ്പോൾ കുറച്ചും കൂടി ഭേദപ്പെട്ട രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ ഡിസൈൻ അമേസിങ്. കാരണം എൻ്റെ ഡിസൈൻ, എനിക്ക് തോന്നുന്നു സ്കോഡ ഇഷ്ടമല്ലാത്ത ആൾക്കാർ പോലും ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ ഓഫ് ഒക്ടേവിയ, അല്ലെങ്കിൽ ഇതിൻ്റെ വലിയ വാഹനമായ ഒക്ടേവിയ സൂപ്പർബിൻ്റെയൊക്കെ ഒരു ചെറിയ രീതിയിലാണെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട് ഡിസൈൻ തന്നെ. എനിക്ക് പേഴ്സണലി സ്കോഡ അല്ലെങ്കിൽ റാപ്പിഡ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു സ്നേഹം ഇതിനകത്തുണ്ട്. അത് വേറെ വിഷയമാണ്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ, സ്കോഡ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടമാണ്. ഭയങ്കര അട്രാക്റ്റീവ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഭയങ്കര രസമായിട്ട് തന്നെ ഫീൽ ചെയ്യാം. എന്താണെങ്കിലും ഡിസൈൻ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഗ്രില്ല് ടിപ്പിക്കൽ ഇപ്പോൾ ഉള്ള സ്കോഡയുടെ ആ ഒരു ഗ്രില്ല് തന്നെയാണ് വരുന്നത്. ബട്ടർഫ്ലൈ ഗ്രിൽ, ആ ഒരു ടിപ്പിക്കൽ സിഗ്നേച്ചർ ഗ്രില്ലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ് വരുന്നത്. അതിൽ DRL ഒരു L ഷേപ്പിൽ ഒരു DRL വരുന്നുണ്ട്. താഴെ അതിൻ്റെ ഒരു ക്രിസ്റ്റൽ ലൈക്ക് ഫീൽ വരുന്നുണ്ട്. സോ ഹെഡ്ലൈറ്റ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു പുതിയ രീതിയിൽ തന്നെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ്, ഇവിടെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് കുറച്ചും കൂടി ബമ്പറിൽ കുറച്ചും കൂടി പൊങ്ങിയാണ് ഇരിക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡിസൈൻ ഒരു രീതിയിൽ നമുക്കൊരു ഒരു പ്രീമിയം സെഡാൻ എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബോണറ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്രീസസ് ഇത് നമ്മൾ ഒക്ടേവിയയിൽ കാണുന്നതാണ്. അതുപോലെ സൈഡാണെങ്കിലും കുറച്ച് പൊങ്ങിയിരിക്കുന്ന ഒരു ഹഞ്ച് പോലെ നിൽക്കുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ്, അല്ലെങ്കിൽ കുറച്ചും കൂടി രസമായി അല്ലെങ്കിൽ ഭേദപ്പെടുത്താനായിട്ട് ഒത്തിരി സഹായിച്ച ഒരു ഡിസൈൻ ലാംഗ്വേജുമാണ്. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു പ്രോപ്പർ പ്രീമിയം സെഡാൻ ആണ്. അതുപോലെ തന്നെ ഒരു സ്പോർട്ടി അല്ലെങ്കിൽ സ്പോർട്ട് കൂപ്പേ ഫീൽ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്കിതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ നിന്ന് മനസ്സിലാവും. അതുപോലെ ഇതിൻ്റെ അലോയ് വീൽസ് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് വേരിയൻറ്റിലാണ് നമുക്കൊരു ഡ്യുവൽ ടോണുള്ള അലോയ് വീൽ കിട്ടുന്നത്. അതുപോലെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ നമുക്ക് 16 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെയുള്ള സിംഗിൾ കളറാണ് അലോയ് വീൽസ്, എന്നാലും 16 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. അതിൽ താഴോട്ടുള്ളതിലെല്ലാം 15 ഇഞ്ചാണ് വരുന്നത്. എന്തായാലും ടോപ്പ് 2 വേരിയൻറ്റിലും നമുക്ക് 16 ഇഞ്ച് അലോയ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഡ്യുവൽ ടോണുമാണ് വരുന്നത്. പിന്നെയുള്ള ഇതിൻ്റെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് തുടങ്ങി ബാക്കിൽ നമ്മുടെ ക്വാർട്ടർ ഗ്ലാസ് വരെ പോകുന്നൊരു ലൈനാണ് ടോപ്പിൽ കാണുന്നത്, ഷോൾഡർ ലൈൻ. അതിൻ്റെ താഴെ വേറൊരു ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം ഈ സ്കോഡയിൽ നിന്നുള്ള ബാഡ്ജിങ്, അല്ലെങ്കിൽ ഡോറിൻ്റെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാക്കിലെ ടെയിൽ വരെ, അല്ലെങ്കിൽ ടെയിൽ ലാമ്പ് വരെ അല്ല, അങ്ങ് ബാക്ക് വരെ പോകുന്നൊരു വേറൊരു ഷോൾഡർ ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ പോകുന്നത് നേരെ ടെയിൽ ലാമ്പിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ 3 അടുപ്പിച്ചുള്ള 3 ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ് പ്രൊഫൈലിന്. കുറച്ചും കൂടെ സിമ്പിൾ ഡിസൈനാണ്, എന്നാൽ പോലും ആ ഒരു ലൈൻ മേക്സ് ഇറ്റ് വെരി പ്രീമിയം എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
പിന്നെ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ റെഡ് കളറിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. റെഡ്, ബ്ലാക്ക്, അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻ്റന ആണെങ്കിലും ഒരു ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള 1 ലിറ്റർ കംപ്ലീറ്റ് റെഡ് കളറാണ്, 1.5 ലിറ്റർ ബ്ലൂ കളറാണ് വരുന്നത്. സോ ഈ റെഡ് കളർ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്, ഈ ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ. അതുപോലെ ഈ ഒരു ഭാഗത്തിൻ്റെ വിൻഡോ ലൈൻ ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു ക്രോം ബ്രഷ്ഡ് അലൂമിനിയം കളറിലുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു കൂപ്പേ, ഒരു സ്പോർട്ട് കൂപ്പേ ഫീൽ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിൽ ലഭിക്കുന്നത്. 179 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇപ്പോൾ സ്ലാവിയയ്ക്ക് സ്കോഡ നൽകിയിരിക്കുന്നത്. ഓവറോൾ ലെങ്ത് സ്ലാവിയയ്ക്ക് വരുന്നത് 4541 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ വിഡ്ത്ത് വീതി നോക്കിക്കഴിഞ്ഞാൽ 1752 മില്ലിമീറ്ററും ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1487 മില്ലിമീറ്ററുമാണ്. 2659 മില്ലിമീറ്ററിൻ്റെ വീൽ ബേസുമാണ് സ്ലാവിക്കുള്ളത്. സോ ഞാൻ പറഞ്ഞ ആ കൂപ്പേ ഫീൽ ശരിക്കും ഫീൽ ചെയ്യുന്നത് സൈഡിൽ നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്, അതുപോലെ ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് ആ കൂപ്പേ ഫീൽ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഷാർക്ക് ഫിൻ ആൻ്റന കോൺട്രാസ്റ്റ് കളർ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാസ്റ്റ് കളറിൽ വന്നിരിക്കുന്ന ഷാർക്ക് ഫിൻ ആൻ്റനയും കാണാം. പിന്നെ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ സ്കോഡയുടെ എല്ലാ വാഹനങ്ങളും കാണുന്നത് പോലെ സ്കോഡയുടെ ബാഡ്ജിങ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലെറ്റേഴ്സായിട്ട് സ്കോഡയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, സ്ലാവിയയുടെ ബാഡ്ജിങ്. ഇതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു സി ടൈപ്പ് അല്ലെങ്കിൽ ഒരു സി സൈസ് അല്ലെങ്കിൽ സി പോലെ ഇരിക്കുന്ന സി സ്റ്റൈലിങ്ങിലാണ് അതിൻ്റെ ടെയിൽ ലാമ്പും വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി LED ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബമ്പറാണെങ്കിലും കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ എല്ലാം തന്നെ കുറച്ച് പൊക്കി, റോഡൊക്കെ എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് കുറച്ച് പൊക്കി. ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ പറഞ്ഞ പോലെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. ബമ്പർ കുറച്ച് പൊങ്ങിയായിരിക്കുന്നത്. 1 ലിറ്റർ ആയതുകൊണ്ട് സിംഗിൾ എക്സോസ്റ്റ് ആണ് വരുന്നത്. 1.5 വരുമ്പോൾ ഡ്യുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട്. ആ താഴെ ബമ്പറിൽ ഒരു ക്രോം ലൈൻ കംപ്ലീറ്റ് ബമ്പറിന് ചുറ്റും നൽകിയിട്ടുമുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഒരു റിയറിൻ്റെ ഡിസൈൻ. സോ ഓവറോൾ ഡിസൈൻ നോ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മളിത് ഫസ്റ്റ് ലുക്കിൻ്റെ സമയത്തും എല്ലാവരും വളരെ ഇംപ്രസ്ഡ് ആയിരുന്നു ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ. അതുപോലെ ബൂട്ട് സ്പേസ് നോക്കിയാലും നമുക്ക് 521 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. 521 ലിറ്റർ എന്ന് പറയുന്നത് അത്ര കുറഞ്ഞ ബൂട്ട് സ്പേസ് അല്ല. ഒരു സെഡാനെ സംബന്ധിച്ചിടത്തോളം 521 നല്ല സ്പേസ് തന്നെയാണ്. ഒരുവിധം വലിയ പെട്ടികൾ എല്ലാം തന്നെ കയറും. നമ്മൾ ഫസ്റ്റ് ലുക്കിൻ്റെ സമയത്ത് അതും കാണിച്ചിരുന്നു. ഒരുപാട് പെട്ടികൾ കയറ്റി വെച്ച് നമ്മൾ ആക്ച്വലി ട്രൈ ചെയ്തതാണ്. എന്താണെങ്കിലും ഈ ഒരു സ്പേസും നല്ലതാണ്. അതുപോലെ ഈ സെക്കൻഡ് റോ നമുക്ക് ഫോൾഡ് ചെയ്യാനും സാധിക്കും. ഇൻ കേസ് കുറച്ചധികം സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഫോൾഡ് ചെയ്ത് നമുക്ക് ലഗേജ് വേണമെങ്കിൽ കയറ്റാം. ഏകദേശം 1020 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് ആ സീറ്റും കൂടെ ഫോൾഡ് ചെയ്ത് നമുക്ക് ലഭിക്കുന്നതാണ്. സോ എങ്ങനെ നോക്കിയാലും ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ബൂട്ട് സ്പേസും വന്നിരിക്കുന്നത് പുതിയ സ്ലാവിയയിൽ. ഫസ്റ്റ് ലുക്കിൻ്റെ സമയത്ത് നമ്മൾ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതാണ്. എല്ലാവരും ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എക്സ്റ്റീരിയർ പോലെ തന്നെ ഇംപ്രസീവ് ആയിരുന്നു ഇൻറ്റീരിയറിൻ്റെ കാര്യം. നമ്മൾ കുഷാക്കായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും സ്ലാവിയ ഒരുപടി മുന്നിൽ തന്നെയാണ്. അതിൻ്റെ ക്വാളിറ്റി, അതുപോലെ അതിൻ്റെ ഈവൻ സ്ക്രീൻസ് ആണെങ്കിലും അതിൻ്റെ സ്ക്രീനിൻ്റെ ഡിജിറ്റൽ സ്ക്രീൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാ രീതിയിലും മച്ച് ഇംപ്രൂവ്ഡ് ആണ്. സ്ലാബിയുടെ ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്തൊരു ബ്രോൺസ് ടച്ച് കൊടുത്തിട്ടുണ്ട്, ബ്രഷ്ഡ് ബ്രോൺസ് ടച്ചാണ് അത് വന്നിരിക്കുന്നത്. അതുപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒരു ലെയറിൽ കൊടുത്തിട്ടുണ്ട്, നോർമൽ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബേജ് കളർ കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫ്ലോട്ടിംഗ് ഒരു 10 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ചുറ്റും ഒരു വേറൊരു ടെക്സ്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലാണ് ഒരു നല്ല ഭംഗിയുള്ളൊരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള 2 സൈഡിലെയും AC വെൻറ്റ്സ് റൗണ്ട് ഷേപ്പിലാണ്. അതിൻ്റെ നടുക്കുള്ള AC വെൻറ്റ് നീളത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു ടിപ്പിക്കൽ AC വെൻറ്റ് നമ്മൾ സാധാരണ കാണാനുള്ള പോലെ 2 സൈഡിലും റൗണ്ട് ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു ടെക്സ്ചർ നൽകിയിട്ടുണ്ട്. സോ അതിലും പിയാനോ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒത്തിരി സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട്, ഡോർ പാഡിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ സൈഡിലെ എയർ വെൻറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ തന്നെ പിയാനോ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പിയാനോ ബ്ലാക്ക് വെച്ച് കളിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ടോപ്പിൽ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചെറിയ കാർഡ്സ് വയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ മുകളിൽ സ്കോഡയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു സ്പെഷ്യൽ ഡിസൈനിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു പീസ് പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട്. സോ എല്ലാ രീതിയിലും നോക്കിയാലും ഒരുപാട് ഡിസൈനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ സ്റ്റിയറിംഗ് ഒരു മോഡേൺ സ്കോഡ കാർസിൽ കാണുന്ന പോലെയുള്ള സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. എല്ലാം ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വന്നിട്ട് അതിൽ തന്നെ പാഡൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ടച്ച് ബട്ടൺസ് എല്ലാം അല്ലെങ്കിൽ കൺട്രോൾസ് എല്ലാം സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. അതിൽ തന്നെ സ്ക്രോളിംഗ് ബട്ടൺസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. സോ എല്ലാ രീതിയിലും നോക്കിയാലും ഭയങ്കര ഒരു പ്രീമിയം ടച്ച് ഡെഫിനറ്റായിട്ടും സ്ലാവിയയുടെ ഇൻറ്റീരിയറിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഈ ഒരു AC കൺട്രോൾസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമ്മൾ സ്കോഡയിലും അതുപോലെ VWയിലും എല്ലാം കണ്ടിരിക്കുന്ന, കുഷാക്കിലും അതുപോലെ ടൈഗറിലും എല്ലാം കണ്ടിരിക്കുന്ന ആ ഒരു സെയിം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ടച്ച് സെൻസിറ്റീവ് ആണ് അതിനകത്ത് കൺട്രോൾസ് എല്ലാം, ടെമ്പറേച്ചർ കൺട്രോൾ അതുപോലെ ഫാൻ കൺട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ടച്ച് സെൻസിറ്റീവ് ആണ്. അതിൻ്റെ താഴെ 2 Type-C പോർട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് ഏരിയ നൽകിയിട്ടുണ്ട്. അതിൽ വളരെ ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന അവിടെ ഒരു വയർലെസ് ചാർജറിൻ്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് വെർട്ടിക്കലായിട്ട് നമ്മുടെ ഫോൺ വെക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു രീതിയിൽ നമുക്ക് സ്പേസ് വേസ്റ്റ് ആവുന്നില്ല. ഈ ഒരു രീതിയിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ വി കൻ യൂസ് ദിസ് ഏരിയ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റും. സോ അതും നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ ലിവർ, അതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് കുറച്ച് സ്വിച്ചസ് കാണാം. അതിൽ ലോക്ക് അൺലോക്ക് ബട്ടൺ, ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, അതുപോലെ സീറ്റ്സിൻ്റെ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ സ്വിച്ചാണ് 2 സൈഡിലും നൽകിയിരുന്നത്. ലെഫ്റ്റിലും റൈറ്റിലും സെപ്പറേറ്റ് ആയിട്ട് സ്വിച്ചും നൽകിയിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള ഒരു കപ്പ് ഹോൾഡേഴ്സും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഹാൻഡ് റെസ്റ്റിനകത്തും ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ നൽകിയിട്ടുണ്ട്. സോ എല്ലാ രീതിയിലും നോക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രീമിയംനെസ് ഇതിനകത്തുണ്ട്. അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ്സ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്. അതും നമുക്കിപ്പോൾ സ്ലാബിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ്സ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ലെതർ സീറ്റ്സ് ആണ് വരുന്നത് സ്ലാബിൽ ഇപ്പോൾ ടോപ്പ് എൻഡ് വേർഷനിൽ. കുഷാക്കിലുണ്ടായിരുന്ന ഒരു മെയിൻ ഡ്രോബാക്ക്, അല്ലെങ്കിൽ ഒരുപാട് പേര് പരാതി പറഞ്ഞു, ഈവൻ ഞാനും പറഞ്ഞൊരു കാര്യമാണ്, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കംപ്ലീറ്റ്ലി അനലോഗ് ആണ് എന്നുള്ള, അല്ലെങ്കിൽ റാപ്പിഡിൽ നിന്ന് എടുത്തു വെച്ചതാണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് ഞാനും പറഞ്ഞതാണ്. അതിൽ നിന്നെല്ലാം, അല്ലെങ്കിൽ ആ പരാതിയെല്ലാം തീർത്താണ് ഇപ്പോൾ സ്ലാബിൽ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു 8-inch ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇപ്പോൾ സ്ലാബിൽ നൽകിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടൊരു കളർ കോമ്പിനേഷനും ഒരു വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിരിക്കുന്നത് കീ ഇടുന്ന ആ സ്പേസിൻ്റെ അവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഒരു വിയർഡ് സ്പേസ് ആണ്, കാരണം അതങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. അത് അല്ലാതെ ഒരു സ്പേസിൽ കൊടുക്കാമായിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആ കീ ഇടുന്ന ആ ഒരു സ്പേസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ലാബിയുടെ ടോപ്പ് എൻഡ് വേർഷനിൽ ഇപ്പോൾ സൺറൂഫും വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 2 ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. കംഫർട്ടബിൾ സീറ്റ്സ് ആണ്. 2 സൈഡും വളരെ നല്ലൊരു ഹഗിങ് രീതിയിലുള്ള സീറ്റ്സ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു 2 സൈഡിലും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സും വരുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എല്ലാം വെച്ച് നോക്കുമ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒരു ആവശ്യം ആയി വരികയാണ്. ഒരു പ്രീമിയം കാറിൽ, എക്സ്പെഷ്യലി ഒരു പ്രീമിയം കാർ എന്ന് പറയുമ്പോൾ അതൊരു ആവശ്യമായി വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ 2 സീറ്റ്സിലും ഇപ്പോൾ വെന്റിലേറ്റഡ് സീറ്റും നൽകുന്നുണ്ട്. ഒരു സ്പോർട്സ് കൂപ്പേ ഫീലുള്ള ഡിസൈനുള്ള ഒരു സെഡാൻ ആകുമ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്നത് അതിൻ്റെ ബാക്ക് സീറ്റിൽ തലമുട്ടുമോ, അല്ലെങ്കിൽ ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട് എങ്ങനെയായിരിക്കും, ബാക്ക് സീറ്റിൽ സ്പേസ് ഉണ്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും സ്ലാവിയയുടെ ബാക്ക് സീറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഹെഡ് റൂം തെറ്റില്ലാത്ത രീതിയിൽ തലമുട്ടുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ലെഗ് സ്പേസ് ആണെങ്കിലും നല്ല ഗംഭീര ലെഗ് സ്പേസ് ഉണ്ട്. സോ സ്പേസിൻ്റെ കാര്യത്തിലൊരു പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ സീറ്റ് ആണെങ്കിലും നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള സീറ്റാണ്. 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നടുക്കിരുന്നാൽ ആൾക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് നൽകുന്ന കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. ബാക്കിൽ വെന്റിലേറ്റഡ് സീറ്റ് അല്ല, ഫ്രണ്ടിൽ മാത്രമാണ് വെന്റിലേറ്റഡ് സീറ്റ് ഉള്ളൂ. ആ ഒരു സ്റ്റൈലിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് ഒരു ബാക്കിലൊരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സി ടൈപ്പ് ഒരു ചാർജറും കൊടുത്തിട്ടുണ്ട്. സി ടൈപ്പാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. ഫ്രണ്ടിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരുന്നത്. സി ടൈപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലെ പോക്കറ്റിൽ 2 സീറ്റിൻ്റെയും പോക്കറ്റിൽ വലിയൊരു പോക്കറ്റ് ഉണ്ട്. അത് കൂടാതെ നമ്മുടെ മൊബൈൽ ഫോൺ ഇടാനുള്ള ഒരു പോക്കറ്റ് 2 സൈഡിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ആവശ്യമുള്ളൊരു സാധനമാണ്. കാരണം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ എറിഞ്ഞ് ഇങ്ങനെ ഇടും. ഇത് വളരെ നന്നായിട്ട് വന്നിരിക്കുന്ന ഒരു സാധനമാണ്. ചെറിയൊരു കാര്യമാണ്, എന്നാൽ പോലും സംടൈംസ് ഇറ്റ് മേക്സ് സം വാല്യൂ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ബാക്ക് സീറ്റ് കംഫർട്ടബിൾ സ്പേസ് ആണ്, നല്ല രീതിയിൽ നല്ല സ്പേഷ്യസ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ബാക്ക് സീറ്റിൽ കിട്ടുന്നില്ല. കംഫർട്ടബിളും ആയിരിക്കും, കാരണം AC കാര്യങ്ങളും AC വെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ആദ്യമേ ഞാൻ സ്ലാവിയ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് ഓടിക്കണമെന്ന്. കാരണം ബോംബെയിൽ ആദ്യമേ ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ എങ്ങനെയും എനിക്ക് വണ്ടി ഓടിച്ചാൽ മതി എന്നുള്ള ആഗ്രഹമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഗോവയിലാണ് സ്ലാവിയ ഫൈനലി ഓടിക്കാൻ കിട്ടിയിരിക്കുകയാണ്. സ്ലാവിയയിൽ 2 എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്. 2 എഞ്ചിനാണ് വരുന്നത്. ഒരു 1 ലിറ്ററും ഒരു 1.5 ലിറ്ററും. അതിൽ 1 ലിറ്ററാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. 1.5 നമ്മൾ അടുത്ത ദിവസം ഡ്രൈവ് ചെയ്യും. അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 3-ാം തീയതി ആയിരിക്കും. 3-ാം തീയതി 1.5 സ്ലാവിയയുടെ 1.5 ലിറ്റർ എഞ്ചിൻ വെച്ച് സ്ലാവിയയുടെ റിവ്യൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് 1 ലിറ്റർ പെട്രോൾ TSI എഞ്ചിനാണ്. 1 ലിറ്റർ പെട്രോൾ TSI എന്ന് പറയേണ്ട കാര്യമില്ല. ആക്ച്വലി ഇപ്പോൾ സ്കോഡയിൽ പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ TSI പെട്രോൾ എഞ്ചിനാണ്.
എന്താണെങ്കിലും ആ ഒരു എഞ്ചിനാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഈ എഞ്ചിൻ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് സ്കോഡയുടെയും ഫോക്സ്വാഗൻ്റെയും ലൈനപ്പിലുള്ള വാഹനങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ടൈഗണിനകത്ത് വരുന്നത്, ഫോക്സ്വാഗൻ്റെ ടൈഗണിനകത്ത് വരുന്നത് ഈ സെയിം 1 ലിറ്ററും 1.5 ആണ്. അതുപോലെ തന്നെ കുഷാക്കിലും വരുന്നത് ഈ സെയിം 1 ലിറ്ററും 1.5 ആണ്. സോ ആ ഒരു സെയിം എഞ്ചിനാണ് ഇപ്പോൾ സ്ലാവിയയിലും നൽകിയിരിക്കുന്ന. ഒരു വ്യത്യാസവും ഇല്ല. എനിക്ക് തോന്നുന്നത് കുഷാക്കിലുള്ള ഫീലിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ടൈഗണിനുമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. 1 ലിറ്റർ ടൈഗണിൽ അല്ലെങ്കിൽ 1 ലിറ്റർ എഞ്ചിൻ വെച്ച് ടൈഗൺ ഓടിക്കുമ്പോൾ ഒരു സെയിം ഫീലാണ് എനിക്ക് എഞ്ചിനിൽ നിന്ന് കിട്ടുന്നത്. ഭയങ്കരമായ റിഫൈൻഡ് എഞ്ചിനാണെന്ന് ഞാൻ പറയില്ല ഈ 1 ലിറ്റർ. നോർമൽ എഞ്ചിൻ ഒരു സ്ലോ ആക്സിലറേഷനൊക്കെ കൊടുത്താൽ, സ്ലോ ഗ്രോത്ത് ഒക്കെ ആണെങ്കിൽ ഒരു പവർ ഡെലിവറിയും തെറ്റില്ലാത്ത, അല്ലെങ്കിൽ പവർ നമുക്ക് ഫീൽ ചെയ്യുന്നു, പവർ ഡെലിവറി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒറ്റയടിക്കൊക്കെ ആക്സിലറേഷൻ കൊടുത്താൽ ചെറിയ ലാഗ് നമുക്ക് കിട്ടും. പക്ഷേ ഒരു നോർമൽ രീതിയിൽ നമ്മൾ ക്ലൈംബ് ചെയ്യുകയാണെങ്കിൽ, RPM ക്ലൈംബ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 115 PS ആണ് ഇതിൻ്റെ പവർ വരുന്നത്. അതുപോലെ 175 Nm ടോർക്കുമാണ് വരുന്നത്. സോ ഭയങ്കര ഒരു പവർഫുൾ എഞ്ചിനാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ തെറ്റില്ലാത്ത ഒരു പവർ ഉള്ള വാഹനം തന്നെയാണ് ഈ 1 ലിറ്റർ ഉള്ള സ്കോഡ സ്ലാവിയ. ഇതിലൊരു സ്പോർട്ട് മോഡ് എന്ന് പറയുന്ന ഒരു കാര്യം അധികം ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഗിയർ നമ്മൾ റൈറ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ട്രിപ്റ്റോണിക് നമുക്ക് കിട്ടുന്നതാണ്. ട്രിപ്റ്റോണിക് നമുക്ക് യൂസ് ചെയ്യാം. അതിലുമൊക്കെ ഉപരി നമുക്കൊരു പാഡൽ ഷിഫ്റ്റും ഇപ്പോൾ ഇതിൽ ലഭിക്കുന്നുണ്ട്, സ്ലാവിയിൽ ലഭിക്കുന്നുണ്ട്. സോ പാഡൽ ഷിഫ്റ്റ് കുറച്ചും കൂടി ഒരു ഫൺ ഫാക്ടർ നമുക്ക് കിട്ടുന്നുണ്ട്. പാഡൽ ഷിഫ്റ്റ് വരുമ്പോൾ കുറച്ചും കൂടി രസമുണ്ട് ഓടിക്കാനായിട്ട്. നമുക്ക് എപ്പോഴും നമ്മൾ ഫീൽ ചെയ്യുന്ന പോലെ പാഡൽ ഷിഫ്റ്റായിട്ട് ഓടിക്കാനായിട്ട് ഒരു സ്പോട്ടിയ ഫീൽ എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈവൻ ഡൗൺ ഷിഫ്റ്റ് ആണെങ്കിലും വളരെ റെസ്പോൺസീവ് ആണ്, വളരെ പ്രിസൈസ് ആണ് ഡൗൺ ഷിഫ്റ്റും എല്ലാം. ഹൈ RPM കൊടുക്കുമ്പോൾ എഞ്ചിനിൽ നിന്ന് നല്ലൊരു റോറിങ് സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഹൈ RPMത്തിൽ. അല്ലാതെ നോർമലായിട്ട് പോകുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. എക്സ്റ്റീരിയർ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ടും അതുപോലെ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആയതുകൊണ്ടും തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല രീതിയിലുണ്ട്. 179 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു സ്റ്റിഫ് ഫീലാണ് നമുക്ക് ഈ സ്ലാവി ഓടിക്കുമ്പോഴുള്ളത്. ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ ഒരു സ്പോഞ്ചി ഫീലൊന്നും അല്ല നമുക്ക് സ്ലാവിയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് കുറച്ചും കൂടി ബെറ്റർ ആണ്. നമുക്ക് എനിക്ക് തോന്നുന്നൊരു കർവൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ആ ഒരു സ്റ്റിഫ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഹാൻഡ്ലിംഗ് ബെറ്റർ ആണ്. നമുക്ക് കർവ്സ് ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് റെസ്പോൺസീവ് സ്റ്റിയറിംഗ് ആണ്, തെറ്റില്ലാത്തൊരു സ്റ്റിയറിംഗ്. നമുക്ക് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ സൈസും ഷേപ്പും എല്ലാം പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് റെസ്പോൺസ് തെറ്റില്ലാത്തതുകൊണ്ട്, അതുപോലെ ബ്രേക്കിങ്ങും തെറ്റില്ലാത്തൊരു ബ്രേക്കിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഓവറോൾ ബ്രേക്കിംഗ്, സ്റ്റിയറിംഗ് ഇതെല്ലാം കൂടെ വന്നു. സസ്പെൻഷൻ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിഫറാണ്. എഞ്ചിൻ ഭയങ്കര ഒരു റെസ്പോൺസീവ് അല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ലാഗ് വലിയ കാര്യമായിട്ടില്ല സ്ലോ ആക്സിലറേഷൻ ആണെങ്കിൽ. ഇതിൻ്റെ ഒരു എഫിഷ്യൻസിയുടെ കാര്യം പറഞ്ഞാൽ ടൈഗണിലും അതുപോലെ നമുക്ക് കുഷാക്കിലും എല്ലാം 1 ലിറ്ററിൽ കിട്ടുന്ന സെയിം എഫിഷ്യൻസി തന്നെയാണ് ഈ ഒരു സ്ലാവിയയിലും കിട്ടാൻ സാധ്യതയുള്ളൂ. ഒരു 15-ൽ താഴെ ആയിരിക്കും ഇതിൻ്റെ ഒരു നോർമൽ രീതിയിൽ, നല്ല രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക. 15 വരെയൊക്കെ കിട്ടാം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഭയങ്കരമായ ഒരു ആക്സിലറേഷനൊക്കെ കൊടുത്ത് ഹൈ RPMത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊരു 10 വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ 1 ലിറ്റർ വെച്ച സ്ലാവിയോ അല്ലെങ്കിൽ കുഷാക്കോ അല്ലെങ്കിൽ ടൈഗണോ ഓടിക്കുമ്പോൾ നമ്മൾ നോർമൽ ആക്സിലറേഷൻ പോയി കഴിഞ്ഞാൽ തെറ്റില്ലാത്ത മൈലേജ് ലഭിക്കുന്നതാണ്. ഈ 1 ലിറ്റർ എഞ്ചിനോടൊപ്പം വരുന്നത് 2 ഗിയർ ഓപ്ഷൻസ് ആണ്. ഒരു മാനുവൽ ഗിയർ ഓപ്ഷൻ, അതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ഓപ്ഷൻ. 6 സ്പീഡ് മാനുവൽ വരുന്നുണ്ട്. അതോടൊപ്പം ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറും നമുക്കിപ്പോൾ ഈ 1 ലിറ്റർ സ്ലാവിയയിൽ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്, ടോർക്ക് കൺവേർട്ടർ ഉള്ള ഓട്ടോമാറ്റിക് ആണ് 1 ലിറ്റർ ഡ്രൈവ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗിയർ റെസ്പോൺസ് എല്ലാം ഭയങ്കര പ്രിസൈസ് ആണ്. ടൈഗണിലെയും കുഷാക്കിലെയൊക്കെ സെയിം ഫീലിലാണ് വരുന്നത്. എനിക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ടൈഗണായിട്ടാണ്. കുഷാക്കിനേക്കാൾ കൂടുതൽ ടൈഗണായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും നല്ല റെസ്പോൺസീവ് ആണ് ഗിയറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. സോ എന്താണെങ്കിലും ഒരു ഓവറോൾ പിക്ചർ ഇതിൻ്റെ സ്റ്റൈലിംഗ് ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. സ്റ്റൈലിംഗ് അത് ഞാൻ പറഞ്ഞ പോലെ ഒരു സെഡാൻ എന്ന് പറയുന്ന ഒരു കൾച്ചർ തന്നെ പതുക്കെ മാറി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതിൻ്റെ സെഡാൻ അധികം വാഹനങ്ങൾ ഇപ്പോൾ ഒരു ബ്രാൻഡും ഇറക്കുന്നില്ല. പക്ഷേ ആ ഒരു ധൈര്യം, ആ ഒരു കോൺഫിഡൻസ് സ്കോഡയ്ക്ക് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ അതിൻ്റെ ഒരു സ്റ്റൈലിങ്ങും അതുപോലെ ഈ ഒരു രീതിയിലുള്ള ക്വാളിറ്റിയും എല്ലാം വെച്ചിട്ട് ഇപ്പോൾ സ്ലാവിയ വരുന്നത് തന്നെയാണ്. പ്രൈസ് ആയിരിക്കും മറ്റൊരു വലിയ ഫാക്ടർ ഈ വാഹനം എത്രത്തോളം ഇന്ത്യൻ മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും പ്രൈസ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ റിവീൽ ചെയ്തിട്ടില്ല. നമ്മൾ വീഡിയോ പുറത്ത് വിടുന്നത് 28-ാം തീയതി രാവിലെ ആയിരിക്കും. 28-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് പ്രൈസ് റിവീൽ ചെയ്യുന്നത്. സോ ആ ഒരു പ്രൈസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്രമാത്രം ഈ വാഹനം ഇന്ത്യൻ മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാൻ പറ്റുക.